ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അനുവദിച്ചു നൽകിയ രണ്ട് സന്തോഷങ്ങളിൽ രണ്ടാമതായി പറയപ്പെട്ട ഈദുൽ അദ്ഹ ബലിപെരുന്നാളിന്റെ ദിവസമാണിന്ന്. ഇന്ന് സത്യവിശ്വാസികൾ ഏറ്റവും അധികം പറഞ്ഞിട്ടുണ്ടാവുക തക്ബീറിന്റെ വാക്കുകളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, നീ തന്നെയാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, നീ മാത്രമാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ഏറ്റവും വലിയവനായതുകൊണ്ട് തന്നെ എന്റെ ഇബാദത്തിന് അർഹത നീയല്ലാതെ വേറെ ആർക്കുമില്ല. അല്ലാഹു അക്ബർ, കാരണം നീയാണ് ഏറ്റവും വലിയവൻ. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതികളും. അന്തരീക്ഷം മുഴുവനും ഈ പ്രഖ്യാപനമാണ്. ഉടമസ്ഥനായ അല്ലാഹു എത്രത്തോളം സന്തോഷിക്കുമെന്നറിയോ? ഒരടിമ അല്ലാഹുവിന്റെ വലിപ്പം പറയുമ്പോൾ, ഒരടിമ അല്ലാഹുവിനെ പുകഴ്ത്തുമ്പോൾ, ആ അടിമ ഏറ്റവും വലിയവനായ അല്ലാഹുവിന്റെ മുമ്പിൽ അവന്റെ അടിമത്വം അർപ്പിക്കുമ്പോൾ അല്ലാഹുവിന് ഏറ്റവും സന്തോഷമാകുന്ന സന്ദർഭം അടിമ അല്ലാഹുവിനെ പുകഴ്ത്തുമ്പോഴാണ്. അടിമ അല്ലാഹുവിന്റെ വലിപ്പം പറയുമ്പോഴാണ്. അത് ആഗ്രഹിക്കുന്നു റബ്ബ്. സൂറത്തുൽ മുദ്ദസ്സിറിന്റെ ആദ്യത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. ഏ മൂടി പുതച്ചുറങ്ങുന്ന പ്രവാചക, എഴുന്നേൽക്കി. ഫഅൻദിർ, അങ്ങയുടെ കുടുംബത്തിന് അല്ലാഹുവിനെ പറ്റിയുള്ള മുന്നറിയിപ്പ് കൊടുക്കിൻ. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിന്റെ വലുപ്പം നീ പറയൻ. അതാണ് സത്യവിശ്വാസികൾ പറഞ്ഞത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, ഞാൻ ആരാണെങ്കിലും, എന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും, ഞാൻ ഈ ജീവിക്കുന്ന ദുനിയാവ് ഏത് മേഖലകൾ കീഴ്പ്പെടുത്തിയാലും, മനുഷ്യന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് അവന് തോന്നിയാലും, നീയാണ് ഏറ്റവും വലിയവൻ.
നീയാണ് ഏറ്റവും വലിയവൻ, ആകാശങ്ങളെ പടച്ചവൻ, ഭൂമിയെ പരവതാനി പോലെ വിരിച്ചവൻ, ആകാശങ്ങളിലും ഭൂമിയിലും ജീവജാലങ്ങളെ സൃഷ്ടിച്ച് അതിനെ സംരക്ഷിച്ച് നിയന്ത്രിക്കുന്നവൻ, മനുഷ്യന് കാണാൻ കഴിയാത്തതിനെ, മനുഷ്യൻ അറിയാൻ കഴിയാത്തതിനെ, മനുഷ്യന്റെ ചിന്തയിൽ പോലും വരാത്ത ജീവജാലങ്ങളെ ദുനിയാവിൽ തീറ്റി പോറ്റുന്നവൻ, നീയാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ വലിപ്പം പറഞ്ഞത്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്. മനുഷ്യ, നീ കാണുന്നില്ലേ നിന്റെ റബ്ബ് ആരാന്നറിയോ? നീ 5 നേരം തലകുനിക്കുന്ന നിന്റെ അല്ലാഹു ആരാന്നറിയോ? യസ്ജുദു ലഹു, അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളവരെല്ലാം, വമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവരെല്ലാം, വശംസു, സൂര്യനും, വൽ ഖമറു, ചന്ദ്രനും, വന്നുജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാലു, പർവ്വതങ്ങളും, വശജറു, മരങ്ങളും വൃക്ഷങ്ങളും, വദ്ദവാബു, ജീവജാലങ്ങളും മുഴുവനും, വകസീറും മിനന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും. അത്രയും വലിയ രാജാതിരാജനാണ് നിന്റെ റബ്ബ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കിൻ, അല്ലാഹു രാജാക്കന്മാരുടെ രാജാവാണ്. തുഅ്തിൽ മുൽക മൻ തശാ, അവനാണ് അധികാരം കൊടുക്കുന്നവൻ. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരത്തെ തിരിച്ചെടുക്കുന്നവനും അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നാണ്, അവൻ തന്നെയാണ്. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവനെ നീ അഭിമാനത്തിലും ഇസ്സത്തിലുമാക്കും. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഭൂമിയിൽ നിന്ദനാക്കും. വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, നീ ചില ആളുകൾക്ക് കണക്കില്ലാണ്ട് റിസ്ക് കൊടുക്കും. തൂലിജുൽ ലൈല ഫിൻ നഹാർ, പകലിൽ നിന്നും രാത്രിയെ കൊണ്ടുവരും. വതൂലിജുൽ നഹാറ മിനൽ ലൈൽ, രാത്രിയിൽ നിന്നും പകലിനെ കൊണ്ടുവരും. ഭൂമിയിൽ ജീവിക്കുന്ന സർവ്വതിനെയും സംരക്ഷിക്കും. എല്ലാം 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 നീ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ ചില വെല്ലുവിളികൾ നടത്തിയത്, മനുഷ്യരെ നിങ്ങൾ എവിടെ എത്തൂല, നിങ്ങൾ കിബറന്മാരാവരുത്, അഹങ്കാരികളാവരുത്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾ എന്റെ കോടാനിക്കോടി വരുന്ന മഖ്ലൂഖാത്തുകളിലെ വെറുമൊരു കീടമാണ്. ചിലപ്പോ പിശാച് നിങ്ങൾക്ക് തോന്നിപ്പിക്കും നിങ്ങൾ ആരോ ആണ്, നിങ്ങൾ എന്തോ ആണ്, എന്നെ എങ്കിൽ തോൽപ്പിച്ച് കളയാമെന്ന്. സാധ്യമല്ല. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മനുഷ്യരെ, ഉടമ അടിമയോട് ചോദിക്കുന്ന ചോദ്യം, അഥവാ ഖുൽ അറഅയ്തും, എന്താ നിങ്ങളുടെ അഭിപ്രായം, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, സൂര്യനെ അസ്തമിപ്പിച്ച് നിങ്ങളുടെ റബ്ബ് രാത്രിയെ കൊണ്ടുവന്നാൽ ഖിയാമത്ത് നാൾ വരെ ആ രാത്രി മാറണ്ട എന്ന് നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചാൽ, ഫമൻ യഅതീകും ബിദിയാഇൻ, പകലിന്റെ വെളിച്ചം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന് തരും? നിങ്ങൾ എന്ത് സംവിധാനം ഉപയോഗിച്ച് പിറ്റന്നത്തെ പ്രഭാതം ഉണ്ടാക്കും? നിങ്ങൾ എത്ര പൈസ ചെലവാക്കും? നിങ്ങൾ ഏത് കഴിവ് വെച്ചാ സൂര്യനെ ഉദിപ്പിക്കുക? നിങ്ങൾക്ക് സാധ്യമല്ല. ഇനി അറഅയ്തും, എന്താ നിങ്ങളുടെ അഭിപ്രായം, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദ, ഉദിച്ചുയർന്ന സൂര്യനെ അതിന്റെ വെയിലോടെ ചൂടോടെ പ്രകാശത്തോടെ ഞാൻ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ, അസ്തമിക്കണ്ടെന്ന് സൂര്യന്റെ റബ്ബായ ഞാൻ തീരുമാനിച്ചു. ഫമൻ യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ആശ്വാസത്തോടെ ഒന്ന് വിശ്രമിക്കാൻ രാത്രിയെ നിങ്ങൾക്ക് ആരും ഒന്ന് കൊണ്ടുവന്ന് തരും? നിങ്ങൾ എന്ത് കഴിവുണ്ടാക്കിയിട്ട് രാത്രിയെ ഉണ്ടാക്കും? നിങ്ങൾ എന്ത് വസ്തുക്കൾ ചെലവാക്കും? നിങ്ങൾക്ക് സാധിക്കൂല. അല്ലാഹു അക്ബർ, കാരണം അവൻ ഏറ്റവും വലിയവനാണ്, ഏറ്റവും ശക്തിയുള്ളവനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വാചകം പറയുന്ന അടിമക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരെ, നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ്. ഓരോ സെക്കൻഡിലും എന്നെ അനുസരിച്ചോളണം, ഞാൻ പറയുന്ന കേട്ട് ജീവിച്ചോളണം. ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കണം. എനിക്കെതിര് പോയാൽ, എന്നോട് നിങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ, ചിലപ്പോൾ ശൈത്താൻ നിങ്ങൾക്ക് തോന്നിപ്പിക്കും ആ രക്ഷപ്പെട്ട് കളയാമെന്ന്. അതല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും പറയിപ്പിച്ച് സ്വാധീനം വെച്ച് രക്ഷപ്പെടാമെന്ന്. കഴിയൂല. എന്നെ അതിജയിക്കാൻ, എന്നെ തോൽപ്പിക്കാൻ,
എന്റെ മുകളിൽ നിൽക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കൂല. വല്ലാഹു ഗാലിബുൻ അലാ അംരി, അല്ലാഹു അവന്റെ തീരുമാനത്തിൽ മികച്ചു നിൽക്കുന്നവനാണ്. എന്റെ തീരുമാനം മാത്രമേ നടക്കുള്ളൂ, ഞാൻ ഉദ്ദേശിച്ചത് മാത്രമേ ഈ ദുനിയാവിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു, ഗാലിബുൻ അലാ അംരി, എന്റേത് മാത്രമേ ജയിക്കൂ, എനിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള മനുഷ്യന്റെ സർവ്വ കഴിവുകളെയും അസ്ഥിരപ്പെടുത്തി, മനുഷ്യൻ ഉണ്ടാക്കി വെച്ച വസ്തുക്കളുടെ കഴിവുകളെ ഇല്ലാതെയാക്കി, മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങളെ വെറും പൊടികളെ പോലെയാക്കി ഒരു വാക്ക് പറഞ്ഞു, വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ ആകാശത്തിന്റെ കീഴെ ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ നിങ്ങൾ എന്തൊക്കെയോ കെട്ടിപ്പടുത്തുയർത്തി വെച്ചിട്ടില്ലേ? നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും സാധിക്കൂല. ഒരു ദിവസം വരാനുണ്ട്, അന്ന് വഅനതിൽ വുജൂഹ്, സർവമുഖങ്ങളും കുമ്പിട്ട് നിൽക്കും, പഞ്ചപുച്ഛമടക്കി നിസ്സഹായരായി ബലഹീനരായി ഒന്നിനും സാധിക്കാത്തവരായി. ആരുടെ മുന്നിൽ? ലിൽ ഹയ്യിൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനായ അല്ലാഹുവിന്റെ മുന്നിൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ബലിപെരുന്നാളിന്റെ ദിവസം സത്യവിശ്വാസികൾക്ക് ഈ മിമ്പറിന് നൽകാനുള്ള ഒന്നാമത്തെ സന്ദേശം എന്താണെന്നറിയോ? ആ ഏറ്റവും വലിയവനായ അല്ലാഹുവിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി അനുസരണയോടെ അടിമത്തം അർപ്പിച്ച് ഭൂമിയിൽ ഒരടിമയായി അടിയാത്തിയായി ജീവിക്കുക നമ്മളെ കൊണ്ടൊന്നിനും പറ്റൂല. അങ്ങനെ ജീവിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പെരുന്നാളിന്റെ ദിവസത്തിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറക്കാൻ കഴിയില്ല. കാരണം ദുൽഹിജ്ജ 9 യോമു തർവിയ മുതൽ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ അവസാനിക്കുന്നത് വരെയുള്ള ചരിത്രത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അതിലൊന്നെന്നറിയോ? ഇബ്രാഹിം നബിയുടെ ഇസ്തിസ്ലാം, ഏറ്റവും വലിയവനായ റബ്ബിന്റെ മുന്നിലുള്ള അടിയറവ്. അതൊന്ന് നമ്മൾ കണ്ടത് നമ്രൂദ് മഹാരാജാവിന്റെ ധിക്കാരത്തിന്റെ മുന്നിൽ തൗഹീദിന്റെ പ്രബോധകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ധൈര്യമായിരുന്നു. ഏത് അല്ലാഹുവിനെ പറ്റിയാണോ അവനാണ് ഏറ്റവും വലിയവനെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്, ആ ഏറ്റവും വലിയവനായ റബ്ബിൽ 100% വിശ്വാസമർപ്പിച്ച് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് മനസ്സിന്റെ ഉള്ളകത്ത് എഴുതി വെച്ച് പറയാവുന്ന ഒരു വാക്ക് ആ തീകുണ്ഡത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. തീ ഭൗതികമായ കത്തിച്ചു കളയാനുള്ള അസ്ബാബിൽപ്പെട്ടതാണ്. നമ്രൂദ് രാജാവിന്റെ കാലത്ത് ആ നാട്ടിൽ ബാബിലോണിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കത്തിച്ചു കളയാനുള്ള തീകുണ്ഡത്തിലേക്ക് വിറക് കൊള്ളികൾ നേർച്ചയാക്കി അത്ര വലിയ തീകുണ്ഡമുണ്ടാക്കി. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അതിന് മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ വരെ അതിന്റെ ചൂടേറ്റ തീയിലേക്ക് കരിഞ്ഞിട്ട് വീണു. അത്ര വലിയ തീകുണ്ഡം. ഇബ്രാഹിം നബിയെ എടുത്തിടാൻ അവർക്ക് കഴിയുന്നില്ല. ചൂടിന്റെ ആധിക്യം കൊണ്ട് അവർ ചവണയുണ്ടാക്കി അതിൽ വെച്ച് ഇബ്രാഹിം നബിയെ ദൂരത്ത് നിന്ന് അങ്ങോട്ട് എറിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഇവിടെയാ നമ്മൾ പഠിക്കേണ്ട പാഠം. പെരുന്നാളിന് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വിശ്വാസി മനസ്സിൽ കളങ്കമായി നാവ് കൊണ്ട് പറയുന്ന കപടനാവരുത്. അല്ലാഹു കാക്കട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഏ ഇബ്രാഹിം, എന്നെ അല്ലാഹു അയച്ചതാണ്, എന്നെ നിന്റെ റബ്ബ് അയച്ചതാണ്. ഈ തീകുണ്ഡത്തിൽ നിനക്ക് എന്തെങ്കിലും ഒരു മലക്കെന്ന നിലക്ക് എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അമ്മ ഇലൈക ഫല, നിന്റെ സഹായം ആവശ്യമില്ല. ശരിയാണ്, ഒരു മുഅ്മിനിന്റെ മുവഹിദിന്റെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അടിമയുടെ ഖൽബ് വസ്തുക്കളിലേക്ക് ആശ്രയിക്കൂല. വസ്തുക്കൾ ഉപയോഗിക്കും, പക്ഷെ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ കാര്യം നടത്തുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവും. അത് ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്.
ഇത്രയും കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വലിപ്പം പറഞ്ഞ് ആളുകളോട് അല്ലാഹുവിനെ പ്രസംഗിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവസരം വന്നപ്പം എനിക്ക് എന്റെ അല്ലാഹു മതി എന്ന് പറഞ്ഞത് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമായി. അല്ലാഹുവിന്റെ ഓർഡർ വന്നു. ആരോട്? അല്ലാഹുവിന്റെ നിയന്ത്രണത്തില് അല്ലാഹുവിന്റെ മഖ്ലൂഖായി ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ച തീയോട്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയെ എന്റെ ഇബ്രാഹിം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഇബ്രാഹിമിന് എന്നെയാണ് വിശ്വാസം. ഞാനാണ് ഈ തീയുടെ ഉടമസ്ഥൻ എന്ന യഖീനുണ്ട് ഇബ്രാഹിമിന്. അതുകൊണ്ട് തീയിന്റെ ഉടമസ്ഥനായ എന്നോട് എന്റെ അടിമ സഹായം ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അടിമക്ക് മതിയായവനാണ് എന്ന് ആ തീ കുണ്ഠത്തിൽ വെച്ച് ഇബ്രാഹിം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂനി ആയിക്കൊള്ളം ബർദൻ വസലാമൻ, തണുപ്പുള്ളതും സുരക്ഷമായതും ഇബ്രാഹിം, എന്റെ അടിമ ഇബ്രാഹിമിന്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഏൽപ്പിച്ചു നോക്കി. എന്റെ റബ്ബ് എനിക്കുണ്ട് എന്ന് മനസ്സിന്റെ ഉള്ളകത്ത് പറഞ്ഞോക്കിൻ. ഹസ്ബി അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കിൻ. വസ്തുക്കളില്ലെങ്കിലും എനിക്ക് എന്റെ അല്ല ഉണ്ടെന്ന് പറഞ്ഞു നോക്കിൻ. തീകുണ്ഠത്തെ എയർ കണ്ടീഷൻ ആക്കി കൊടുത്ത റബ്ബ് ഇപ്പോഴും നമ്മുടെ റബ്ബായിട്ട് ആകാശ ലോകത്തുണ്ട്. അവൻ ഇടപെടും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹാബാക്കൾ യുദ്ധക്കളത്തിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ യുദ്ധക്കളത്തിലാണ്. ശത്രുക്കൾ ഒരു കിംവദന്തി പരത്തി സഹാബാക്കളുടെ മുന്നിൽ. ഇതാ ശത്രു സൈന്യം വൻ സന്നാഹത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളെക്കാളും ഇരട്ടിക്കിരട്ടി യോദ്ധാക്കളുണ്ട് അവരുടെ കൂട്ടത്തില്. നിങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചോടിൻ, നിങ്ങൾ ഇന്ന് രക്ഷപ്പെടൂല, നിങ്ങൾ തകർക്കപ്പെടാൻ പോവാൻ എന്ന് സഹാബാക്കളെ പറഞ്ഞു പേടിപ്പിച്ചപ്പം പ്രിയപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ച അല്ലാഹു അക്ബർ എന്ന ആ വിശ്വാസം പുറത്തേക്ക് വന്നു. ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. വഖാലു, എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹു നമുക്ക് മതിയായവനാണ്, അവനാണ് ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവൻ. ഇതാണ് നമ്മൾ ഇന്നും ആഗ്രഹിക്കുന്നത്. വെറുതെ പറച്ചിലായ പോരാ, അല്ലാഹുവിൽ തവക്കലാക്കുന്ന മുഅ്മിനായ മുതവക്കിലാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ തെളിയിച്ചു കൊടുത്തു. ഞാൻ ഈ നാവുകൊണ്ട് പറഞ്ഞ അല്ലാഹു അക്ബർ ഞാൻ എന്റെ ഖൽബ് തട്ടിയിട്ട് പറഞ്ഞതാണ്. ഉടമസ്ഥനായ അല്ലാഹു അത് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മുഅ്മിനീങ്ങളെ, അല്ലാഹുമായിട്ട് എത്ര അടുക്കുവോ അത്രയധികം പരീക്ഷണം വരും. പതറാൻ പാടില്ല, വഴിതെറ്റി പോവാൻ പാടില്ല. എത്ര വലിയ ബന്ധം അല്ലാഹുമായിട്ടുണ്ടാക്കിയോ അതിനേക്കാൾ ശക്തമായി അല്ലാഹുവിന്റെ ടെസ്റ്റ് വരും. എന്തിനറിയോ? ഇവൻ സാദിഖാണോ എന്നറിയാൻ, സത്യസന്ധനാണോ അതല്ല നാവുകൊണ്ട് വെറുതെ പറയുന്നയാണോ. ഇബ്രാഹിം എന്ന അല്ലാഹുവിന്റെ ഖലീലിനെയും അല്ലാഹു ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് എന്താ അറിയോ? നിന്റെ ഭാര്യ ഹാജറിനെയും മോൻ ഇസ്മായിലിനെയും മക്കത്ത് കൊണ്ടാക്കാൻ. കഥ പറയുന്നല്ല, അതിൻ്റെ ഉള്ളിലുള്ള പാഠം പറയാൻ. അന്നത്തെ മക്ക എന്താണെന്നറിയോ? വെള്ളമില്ല, അന്നവിടെ തണൽ നൽകാനുള്ള ഒരു മരവില്ല, കച്ചവട സംഘങ്ങൾ വരൂല, മനുഷ്യൻ എന്ന് വിളിക്കുന്ന ഒരു ജീവി ആ ഭാഗത്തേക്ക് അടുക്കൂല. അങ്ങനത്തെ വീറാൻ ഒന്നുമില്ലാത്ത ഭൂമി കൊണ്ടുപോയത് ഹാജർ എന്ന പെണ്ണിനെ, കൂടെയുള്ളത് പിഞ്ചു പൈതലായ ഇസ്മായിൽ. അവിടെ ഇരുത്തി മാസങ്ങളോളം യാത്ര ചെയ്ത് ഇറാഖിൽ നിന്നും മക്കയിലെത്തി, ഫലസ്തീനിൽ നിന്നും മക്കയിലെത്തി. അവിടെ ഇരുത്തി ഇബ്രാഹിം എന്ന ഉടമസ്ഥന്റെ അടിമ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച ഇബ്രാഹിം തിരിച്ചു കടന്നു. രണ്ട് കാര്യം ഹാജരാക്കി കൊടുത്തത്: ഒരു സഞ്ചിയിൽ കുറച്ച് ഈത്തപ്പഴം, മറ്റൊരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം. യാത്രയായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സ് പൊട്ടുന്നുണ്ട്, മനുഷ്യനാണ്, പക്ഷെ അല്ലാഹുവിന്റെ ഓർഡറാണ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിച്ചവൻ. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യും എന്ന് അല്ലാഹുവിന് അറിയണം. ഇബ്രാഹിം അലൈഹിസ്സലാം 100% ജയിച്ചു. യാത്ര തുടർന്നു. ഒരു മലയിടുക്കിലെത്തി അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൈനീട്ടി.
ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. ഏ അല്ലാഹ്, നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നവനാണ് ഞാൻ. എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയവൻ നീയാണ്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ നീ മാത്രമാണ്. നീ തീരുമാനിച്ചതേ നടക്കൂ. നിന്നെ ആശ്രയിച്ചേ പറ്റൂ. ആ ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ എന്റെ കുടുംബത്തെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അസ്കൻതു മിൻ ദുർരിയതി, എന്റെ കുടുംബത്തെ ഞാൻ ഇവിടെ താമസിപ്പിച്ചു. ഒന്നും അവരെ കൈമലില്ല. അവരെങ്ങനെ ജീവിക്കുന്നു എനിക്കറിയില്ല. അതറിയേണ്ട കാര്യം എനിക്കില്ല. നീ പറഞ്ഞതിന്റെ പേരിലാണ്. ബാക്കി നീ നോയിക്കൊള്ളണം. പോയി. അള്ളാഹ് ഇഷ്ടായി. ആ വർത്തമാനം അള്ളാഹുവിന് ഇഷ്ടമായി. അള്ളാഹു പറഞ്ഞു, അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനൻ യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ഷൈ. നബിയേ, എന്റെ അടിമ ഇബ്രാഹിം എന്നോട് പറഞ്ഞത് ഞാൻ എങ്ങനെ സ്വീകരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആൾക്കാർ വന്ന് താമസം തുടങ്ങി. ലോകത്തെ ഏറ്റവും സുരക്ഷിതത്വമുള്ള നാട് മക്കത്തുൽ മുകറമയാണ്. ഇബ്രാഹിം നബിന്റെ ദുആയാണ്. യുജ്ബാ ഇലൈഹി സമറാതു കുല്ലി ഷൈ. ഭൂലോകത്തെ ഏത് മൂലയിലാവട്ടെ വിളവെടുക്കുന്ന പലവർഗ്ഗങ്ങൾ മക്കത്തെത്തിയിരിക്കും. അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അടിമന്റെ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെയാവണം അടിമകൾ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞവൻ ഇങ്ങനെയാവണം. അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് അവനിൽ വിശ്വാസം അർപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവൻ. മറുപടി ഇബ്രാഹിമിന് കൊടുത്ത പോലെ അല്ലാഹു നസീബാക്കി തരട്ടെ. മാത്രമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായ ഭാര്യ ഹാജർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ബലിപെരുന്നാളിന്റെ ദിവസം ഹാജറയെ ഓർക്കണം, ഹാജറാനെ മാതൃകയാക്കണം. രണ്ട് കാര്യത്തിൽ. അതിലൊന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭർത്താവ് ഈ ആരോരുമില്ലാത്ത മക്കത്ത് ഒറ്റക്കാക്കിയിട്ട് പോകുമ്പം ഒരു സാദാ സീതാ പെണ്ണാണ് മനസ്സിന്റെ ഉള്ളിൽ ആദിയായി. എന്താ ചെയ്യാ? ഞാനും ഈ പിഞ്ചു പൈതലും ഇവിടെ കടന്ന് നശിച്ചു പോവും. ഈ തോൽപാത്രത്തിലെ വെള്ളം ഇപ്പൊ തീരും. ഈ ഈത്തപ്പഴം ദിവസങ്ങൾ കൊണ്ട് തീരും. യാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ പിറകിൽ ഹാജറ ഒരുപാട് ദൂരം സഞ്ചരിച്ചു എന്നാണ് താരീഖ്. വിളിച്ചു, ഇബ്രാഹിം ഒറ്റക്കാക്കിയിട്ട് പോക്ക് എങ്ങോട്ടാണ്? തിരിഞ്ഞു നോക്കിയില്ല. അടിമ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കാത്തതിന്റെ കാരണം മുഫസ്സിറുകൾ പറഞ്ഞു, അഥവാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും കണ്ട് മനസ്സ് മാറിപ്പോയാൽ അള്ളാന്റെ കൽപ്പനക്ക് എതിര് വന്നു പോകും. അത് പേടിച്ചിട്ട് ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയില്ല. ഹാജറ പിന്നെയും വിളിച്ചു, ഇബ്രാഹിം ഭക്ഷണം തീരും, വെള്ളം തീരും, ഞാനും ഈ പിഞ്ചു പൈതലും എന്ത് ചെയ്യും? ഇബ്രാഹിം തിരിയുന്നില്ല. മൂന്നാമതും ചോദിച്ചു. നാലാമത്തെ പ്രാവശ്യം ഹാജർ ഇബ്രാഹിമിന്റെ ഭാര്യയായി. നാലാമത്തെ ചോദ്യത്തിൽ ഹാജർ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച ഭർത്താവിന്റെ ഭാര്യയായി. ഉടനെ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, എന്നെയും ഈ പിഞ്ചു പൈതലിനെയും ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോണെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ നിന്നു നേരെ തിരിഞ്ഞു. നഅം അല്ലാഹു അമറനി, അതെ എന്റെ അല്ല പറഞ്ഞിട്ടാണ്. ആ പെണ്ണ് പറഞ്ഞെന്താ അറിയോ? ഹാജർ, നമ്മുടെ നബിന്റെ ഉമ്മാമ ഇസ്മായിലിന്റെ ഉമ്മ പറഞ്ഞെന്താ അറിയോ? ഇദൻ ലാ യുദയ്യുനാ, ധീരായിട്ട് പോയിക്കോളി, അല്ലാഹു കൈവിടിയൂല. അതാണ് ആവശ്യം. ആ തവക്കുലാണ് ആവശ്യം. ആ വിശ്വാസമാണ് ആവശ്യം. എന്റെ കൂടെ എന്റെ അല്ല ഉണ്ട് എന്നുള്ള ഉറപ്പ്, ജീവിതത്തിന്റെ സുഖവും സന്തോഷവും സമാധാനവും ആ വിശ്വാസത്തിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു വരുന്നവരെ, ഇസ്മായിൽ വളരുന്നവരെ, ജുറുഹും ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിച്ച് ഇന്നത്തെ മക്കയാകുന്നത് വരെ ഹാജറാന്റെ മനസ്സിൽ ഒരു തരിക്ക് അള്ളാഹുവിനോട് ഒരു പരാതി ഉണ്ടായിട്ട. ഇദൻ ലാ യുദയ്യുനാ, കാരണം അവരോട് വിശ്വാസം എന്താ അറിയോ? അല്ലാഹു അക്ബർ. പൈസ അല്ല വലുത്, ആരോഗ്യമല്ല വലുത്, സൗകര്യമല്ല വലുത്, ഭർത്താവിന്റെ സംരക്ഷണമല്ല വലുത്, അള്ളാഹുവിന്റെ സംരക്ഷണമാണ്. വെള്ളം തീർന്നു, ഈത്തപ്പഴം തീർന്നു, കുഞ്ഞ് കരയാൻ തുടങ്ങി. ഹാജറാന്റെ മാറിലെ പാല് വറ്റി, ഒരു തുള്ളി വെള്ളം മക്കത്ത് കിട്ടാനില്ല. ഇന്നും മക്കന്റെ മലമുകളിൽ പോയിട്ട് ക്ലോക്ക് ടവറിന്റെ മുകളിൽ കയറി നോക്കിയാൽ പർവ്വതങ്ങൾ ചുറ്റിക്കിടക്കുന്ന മക്ക നമുക്ക് കാണാം. വെള്ളം പറ്റി. ഒരു പെണ്ണ് അവിടെ എന്ത് ചെയ്യും?
ഹാജറ ഓടി. ഇന്നത്തെ സഫ മർവ പർവ്വതം നല്ല മാർബിളിട്ട നടക്കാൻ പറ്റുന്ന സ്ഥലമാണ്, അന്നും മലയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഉമ്മ സഫന്റെ മുകളിലേക്ക് കയറി, പിന്നെ മറവയിലേക്ക് കയറി 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. എന്തിനറിയോ? കുറച്ച് വെള്ളം കിട്ടാൻ. ഏതെങ്കിലും കച്ചവടക്കാരുണ്ടാവുമോ? യാത്രക്കാരെങ്കിലും ഉണ്ടാവുമോ? ആരുമില്ല. പാഠം എന്താണെന്നറിയോ? ഒരു സാധാ സീതാ പെണ്ണ് മലകൾ അള്ളിപ്പിടിച്ച് കയറുന്ന കാഴ്ച ഒന്ന് മനസ്സിൽ കാണുക. 2 പർവ്വതങ്ങളുടെ മുകളിലേക്ക് 7 പ്രാവശ്യം കയറി ക്ഷീണിച്ച് അവശയായി ബലഹീനയായി ഒരു മൂലയിൽ മറുവയിൽ വന്നിരുന്നു. പക്ഷെ 7 പ്രാവശ്യത്തെ ഓട്ടത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും നാവുകൊണ്ട് പറയില്ല, മനസ്സിന്റെ ഉള്ളിൽ തോന്നിയിട്ട് പോലുമില്ല എന്തൊരു റബ്ബാണിത്, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ ഒരു പെണ്ണല്ലേ, ഇങ്ങനെ കാക്കാൻ കൊള്ളാവോ, ഇതെന്ത് മുസീബത്താ. ഒരാക്ഷേപത്തിന്റെ വാക്ക്, ഒരു പരാതിയുടെ വാക്ക് ആ പെണ്ണിന്റെ നാവൊന്ന് വന്നില്ല. ആരുടെ? ഹാജറാന്റെ. എന്തുകൊണ്ടറിയോ? ഇതിന്റെ ഉള്ളിലുള്ളത് അല്ലാഹു അക്ബർ എന്ന ഉറച്ച വിശ്വാസമാണ്. അള്ളാഹ്ക്ക് തൃപ്തിയായി. 7 പ്രാവശ്യം ഓടിച്ചിട്ടും പരാതി പറയാണ്ട് ക്ഷമിച്ചപ്പം അള്ളാഹ്ക്ക് തൃപ്തിയായി. ഒരു മലക്കിനയച്ചു. ഹാജറ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോ ആരോ ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സഹായം ഉണ്ടോ? മലക്ക് തന്റെ ചെറുകൊണ്ട് സംസമിന്റെ അടുത്ത് നിന്ന് കല്ല് മാറ്റി വെള്ളം വരാൻ തുടങ്ങി. സംസം വരാൻ തുടങ്ങി. ഹാജറ വയറ് നിറച്ചും കുടിച്ചു. പുൽപാത്രത്തിൽ വെള്ളം നിറച്ചു. ഇസ്മായിലിന് വെള്ളം കൊടുത്തു. സംസം നിൽക്ക് നിൽക്ക്, അധികമായി പോവും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മ ഹാജർ അന്ന് ആ വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സംസം ഒഴുകുന്ന പുഴയായിട്ടുണ്ടാവും, അത് നിൽക്കൂലായിരുന്നു. ഉമ്മ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് അവിടെ നിന്നു. 2025 ബലിപെരുന്നാളിന്റെ ഇന്ന് വരെ വെള്ളം വന്നുകൊണ്ട് ഇലാ യൗമുൽ ഖിയാമ വെള്ളം വരും ചെയ്യും. കാരണം ഒരു അബലയായ പെണ്ണിന്റെ മനസ്സിന്റെ വിശ്വാസം ആകാശലോകത്ത് തൃപ്തമായതാണ്. അതിന്റെ കൂലിയാണ് മാഉ സംസം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെറിയ വെള്ളമല്ല, നിങ്ങൾ എന്ത് നീയത്തിൽ കുടിച്ചോ അത് നിങ്ങൾക്ക് കിട്ടും, അത്ര പരിശുദ്ധമായ വെള്ളമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ ഇതിന്റെ ഉള്ളിൽ തട്ടിയിട്ട് വേണം പറയാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെ, ഈ ദിവസം ബലികർമ്മത്തിന്റെ ദിവസമാണ്. അതിലുണ്ട് ഇബ്രാഹിമിന്റെ മില്ലത്ത് അലൈഹിസ്സലാം, ഇമാമു തൗഹീദിന്റെ മില്ലത്ത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയുടെ മില്ലത്ത് ബലികർമ്മത്തിലുണ്ട്. ആട്ടിനെയും പൂത്തിനെയും അറുക്കുന്ന വെറുതെ അല്ല, അള്ളാന്റെ കൽപ്പനയാണ്. ഫസല്ലി റബ്ബിക വൻഹർ, അറുക്കണം. അത് നിങ്ങൾ സമ്പാദിച്ച പൈസയാണ്, നിങ്ങൾ കഷ്ടപ്പെട്ട പൈസയാണ്. പക്ഷെ ഈ സമയം വരുമ്പോൾ എന്ത് വിലയാണെങ്കിലും അതെന്റെ മുന്നിൽ അർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം നിങ്ങൾ പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ. ഇബ്രാഹിമും പറഞ്ഞു അല്ലാഹു അക്ബർ. പക്ഷെ അല്ലാഹ്ക്ക് അറിയണം മനസ്സറിഞ്ഞു പറഞ്ഞതാണോ, ഖൽബ് തട്ടിയിട്ട് പറഞ്ഞതാണോ, അതല്ല എന്നേക്കാളും വലുത് ഇസ്മായിൽ എന്ന 80 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്ത പൊന്നുപോലാണോ, അതല്ല അല്ലാഹു അക്ബർ എന്ന് പറയുന്ന അല്ലാഹു ആണോ. അല്ലാഹു ഈ നിൽക്കുന്ന എന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്താലോ? നിങ്ങൾ ഈ 10 ദിവസമായിട്ട് തക്ബീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒന്ന് അല്ലാഹു പരിശോധിച്ചാലോ? അല്ലാഹു ഈമാനിന്റെ പരീക്ഷയെ തൊട്ട് കാക്കട്ടെ. ഇബ്രാഹിമിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദുൽഹിജ്ജ 8 അന്ന് 3 പ്രാവശ്യം സ്വപ്നം കണ്ടു ഇസ്മായിലിനെ അറുക്കാൻ. ഇബ്രാഹിം ആദ്യം വിശ്വസിച്ചില്ല, ശൈത്താൻ കാണിക്കുന്നതായിരിക്കും, ഒരു കുഞ്ഞിനെ ആരാ അറക്കാൻ പറയാ. 3 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടപ്പോ ഇബ്രാഹിം പറഞ്ഞു, ഇതെന്റെ റബ്ബിന്റെ പരീക്ഷയാണ്. ഞാൻ ഈ പറഞ്ഞ അല്ലാഹു അക്ബറിന്റെ ടെസ്റ്റാണ്. തീരുമാനിച്ചു, യാത്രയായി മിനായിലേക്ക്. അവിടെ ഉമ്മോനുണ്ട്. കുറെ കാലമായി ഉപ്പാനെ കണ്ടിട്ട്. ആര്? മോൻ ഇസ്മായിൽ. താരീഖിന്റെ കിതാബിലുള്ളത് അന്ന് ഇസ്മായിലിന് 13 വയസ്സാണ്. ഫലമ്മ ബലഗ മഅഹു സഅയ, ഉപ്പാന്റെ കൂടെ ജോലിയെടുക്കാനും ഉപ്പാന്റെ കൂടെ യാത്ര ചെയ്യാനും ഒക്കെയുള്ള പ്രായമായപ്പോൾ പൊടിമീശക്കാരൻ ഇസ്മായിൽ ബാപ്പാനെ കണ്ടു. ദിവസങ്ങൾ യാത്ര ചെയ്തിട്ട് ഉപ്പ് എത്തുന്നത്. ബാപ്പ ക്ഷീണം മറന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പം 80 വയസ്സ് കഴിഞ്ഞ് ചോദിച്ചു വാങ്ങിയ കുഞ്ഞാൻ. കുഞ്ഞിന്റെ മണം മൂക്കുന്നു മാറിയില്ല. കുഞ്ഞിന്റെ ആ വാത്സല്യമുള്ള മുഖം അതും കൽബിന്ന് മാറിയില്ല. മോനെ കണ്ടപ്പോ ഇബ്രാഹിമിന്റെ നെഞ്ച് കരഞ്ഞു, പക്ഷെ കണ്ണ് കരഞ്ഞില്ല. അതുകൊണ്ടറിയോ, ആ കരച്ചിൽ അവിടെ കാണിച്ചൂടാ, പതറിപ്പോവും. സന്തോഷായി ഭക്ഷണം കഴിച്ചു.
ഭാര്യ ഹാജറിനോട് പറഞ്ഞു, ഹാജർ, മോനെ ഒന്ന് കുളിപ്പിച്ചൊരുക്കണം. അന്ന് ഇസ്മായിൽ ധരിച്ചത് വെള്ളക്കന്തൂറയാണ്. കുളിപ്പിച്ചൊരുക്കി ഉമ്മ. മോന്റെ കയ്യും പിടിച്ച് ഉപ്പ യാത്രയായി. കൈമൽ ഒരു കയറുണ്ട്, ഒരു കത്തിയുണ്ട്. മനുഷ്യനാണ് ഇബ്രാഹിം. ഈ നിൽക്കുന്ന എന്നെ പോലത്തെ പച്ചയായ മനുഷ്യൻ, നിങ്ങളെ പോലത്തെ ഭൂമിയിൽ തിന്നും കുടിച്ചും ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അൽ ഇൻസാൻ, മോന്റെ കയ്യും പിടിച്ച് യാത്രയാവുന്നത് ആ മോനെ അറുത്തു കൊടുക്കാനാണ്. കൈമൽ കത്തിയുണ്ട്, കയറുണ്ട്. പോകുന്ന വഴിക്ക് ഹാജർ ബാക്കെന്ന് പറഞ്ഞു, ഇബ്രാഹിം, മോനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് വരണം പുരക്കേക്ക്. എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം ഈ മോനാണ്. വർഷങ്ങളായിട്ട് മക്കത്ത് 2 ജന്മങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. ഇബ്രാഹിം മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം കൊണ്ടുവരാൻ കഴിയില്ല, അറക്കാനാ കൊണ്ടുവന്ന്. ആരെ തൃപ്തിപ്പെടുത്താൻ? ഇബ്രാഹിം പറഞ്ഞ അല്ലാഹു അക്ബർ എന്ന ആ അള്ളാനെ തൃപ്തിപ്പെടുത്താൻ. മോനെ, ബാപ്പാക്കൊരു ബലികർമ്മം നടത്താറുണ്ട്, അതിനാ നമ്മൾ പോകുന്നത്. ഇസ്മായിലിന് സന്തോഷായി. അറക്കുന്ന ഇതുവരെ കണ്ടിട്ട, ആദ്യം കാണാൻ പോവാൻ. മിനാ പാറക്കെട്ടിന്റെ മുകളിലെത്തി. ഇന്നും മിനാ പർവ്വതത്തിന്റെ മുകളില് സൗദി ഗവൺമെന്റ് ആ സ്ഥലം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മസ്ബഹു ഇസ്മായിൽ, ഇസ്മായിലിന് അറുത്ത സ്ഥലം. മിനന്റെ മുകളിലെത്തി. മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ബാപ്പ ചോദിച്ചു, മോൻ എന്താ പരിപാടി? ബാപ്പ, അറക്കണ്ടേ, ബലികർമ്മം നടത്തണ്ടേ? അത് കാണാനുള്ള ആശയിലാണ്. ഇബ്രാഹിം എന്ന പച്ച മനുഷ്യൻ തളർന്നു. ആ ബാപ്പ മുട്ടുകുത്തിയിരുന്നു. പൊന്നുമോനെ വിളിച്ച് തലോടി, നെറുകയിൽ ചുംബിച്ചു. എന്നിട്ട് ഓതിക്കൊടുത്തു, മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക. നീ ആ ഉപ്പാന്റെ ബലിമൃഗം. നിന്നെ ആ ഉപ്പ കറക്കേണ്ടത് ഇഷ്ടമില്ലായിട്ടല്ല, സ്നേഹമില്ലായിട്ടല്ല. നിന്നെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. നിന്നെ കണ്ടിട്ട് കണ്ണിന്റെ കുളിർമ മാഞ്ഞിട്ടില്ല. മോനെ ഇസ്മായിൽ, നിന്റെ ഉപ്പാന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. ബാപ്പാക്കനുസരിച്ചേ പറ്റൂ. നിന്നെ അറുക്കാൻ പോവാൻ. മോൻ ഇസ്മായിലിന്റെ മുഖത്ത് ഒരു ഭാവപ്പകർച്ചയുമില്ല. മോൻ ഇസ്മായിലിന് ഒരു കുലുക്കമില്ല. ഇസ്മായിൽ പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുഅ്മർ. ഉപ്പാ, അറുത്തോളി. എന്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ ഉമ്മമാരെ, സഹോദരിമാരെ, ആ 13 വയസ്സുകാരൻ ഞാൻ ഈമാൻ പഠിപ്പിച്ച ആരെന്നറിയോ? ഹാജർ എന്ന പെണ്ണ്. മോനെ ഇസ്മായിലേ, നിന്റെ അല്ലാഹു ആരാന്നറിയോ? നിന്റെ റബ്ബ് എങ്ങനത്താണെന്നറിയോ? നീ എങ്ങനെയാ റബ്ബിനെ അനുസരിക്കേണ്ടെന്നറിയോ? നീ എങ്ങനെയാ റബ്ബിനെ മനസ്സുകൊണ്ട് നടക്കേണ്ടെന്നറിയോ? ബാപ്പയില്ലാത്ത ആ മോനെ ആ ഉമ്മ പഠിപ്പിച്ച ഈമാൻ തക്ക സമയത്ത് പുറത്തേക്ക് വന്നു. അറുക്ക് ബാപ്പ, പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്റെ കുപ്പായ ഊരണം. വെള്ളക്കന്തൂറ, അതിന് ചോരയാവും, അത് മാറ്റിവെക്കണം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് എഴുതി, അറുത്തിട്ട് എന്നെ വെള്ള കന്തൂറയിൽ വേണം കഫൻ ചെയ്യാൻ. രക്തമുള്ള കന്തൂറയിൽ കഫൻ ചെയ്യണ്ട. എന്റെ തല ഭൂമിയിലേക്ക് അമർത്തി വെക്കണം. കാരണം എന്റെ മുഖം കണ്ട ഉപ്പാക്ക് മനസ്സ് മാറരുത്. ഈ ഇമാം പഠിപ്പിച്ചാരാണ്. ഇതാണ് അല്ലാഹു അക്ബർ. നമ്മൾ തോക്കുന്ന എവിടെയാണ്? നാവുകൊണ്ട് നമ്മൾ പറയും അല്ലാഹു അക്ബർ. സമയം വരുമ്പം നമ്മൾ തോറ്റുപോവാൻ പറ്റൂല. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. പറ്റൂല. അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? ഫലമ്മ അസ്ലമ. ഈ 2 ഉപ്പാവും മോനും മുസ്ലിമായപ്പോൾ, ഉപ്പയും മോനും എന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞപ്പോൾ, ആ ബാപ്പയും മോനും നാവോണ്ട് പറഞ്ഞ അല്ലാഹു അക്ബർ സത്യമാണെന്ന് തെളിയിച്ചപ്പോൾ, ഇസ്മായിൽ തന്റെ നെറ്റിത്തടം ഭൂമിയിലേക്ക് അമർത്തി വെച്ച് ബലിമൃഗമായി കിടന്ന് ഇബ്രാഹിം എന്ന ബാപ്പ മോന്റെ കൈകാലുകൾ കെട്ടി മൂർച്ചയുള്ള കത്തി കഴുത്തിൽ വെച്ച് അമർത്തി. ജിബ്രീൽ, യാ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഅ്യ. അറക്കണ്ടായിട്ടൊന്നുമില്ല ഇബ്രാഹിമേ, മോൻ അറുക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞ അല്ലാഹു അക്ബർ എന്ന വാക്ക് അത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ അല്ലാഹു പരീക്ഷിച്ചതാണ്. അത് സദ്ദഖ്ത. ഇബ്രാഹിമേ, നീ സത്യസന്ധനാണ്. നീ പറഞ്ഞ വാക്ക് നാവുന്നല്ല, ഖൽബിൽ നിന്നാണ്. അത് അല്ലാഹുക്ക് ബോധ്യപ്പെട്ടു. സ്വർഗത്ത് ആടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അറവ് നടക്കട്ടെ, മോനെയും കൂട്ടിയിട്ട് വരക്കേക്ക് പോയിക്കോളേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അറവാണ് വലിയ പെരുന്നാൾക്ക് നമ്മൾ അറക്കുന്ന അറവ്. അതൊരു അർപ്പണമാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് താരീഖ് എഴുതി, മോൻ ഇസ്മായിലിന്റെ കഴുത്തിൽ ഇബ്രാഹിം കത്തിവെച്ചപ്പം ജിബ്രീൽ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
അള്ളാഹു എത്ര വലിയവനാണ്. ഇബ്രാഹിം എന്തൊരു മനസ്സാണ്, ഇബ്രാഹിം എന്തൊരു സത്യസന്ധനാണ്. അല്ലാഹു അക്ബർ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഇത് കേട്ടപ്പം, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതെ, അനുസരിച്ചേ പറ്റുള്ളൂ. എന്നെ ഉപ്പ അറുക്കാനാണെങ്കിൽ അറുക്കാൻ നിന്നോടത്തേ പറ്റുള്ളൂ. കാരണം അക്ബറിന്റെ കൽപ്പനയാണ്, ഏറ്റവും വലിയവന്റെ. ഇത് കേട്ടപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവനാണ് എല്ലാ സ്തുതികളും. എന്ത്, എനിക്ക് എൻ്റെ മോനെ തിരിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞൊരു വാക്കുണ്ട്, മോന്റെ കൈകാല് കെട്ടി മോന്റെ മുതുകത്ത് കുത്തി വലത്തെ കൈ കത്തി കഴുത്തിലും വെച്ചൊരു നോട്ടം ഇബ്രാഹിം ഉടമസ്ഥന്റെ ദർബാറിലേക്ക് നോക്കിയിട്ടുണ്ട്. അതൊരു യാചനയുടെ നോട്ടായിരുന്നു. അല്ലാഹുവേ, തരാൻ ഞാൻ തയ്യാറാണ്, എന്നാലും എന്നോടൊന്ന് കൃപ കാണിക്കോ. അതെ, അതേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് അള്ളാന്റെ അടിമയാവണം. അള്ളാഹുവിന്റെ ഈ പറയുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടിമയാവണം. ഓനെ അനുസരിക്കണം. ഓന്റെ തൃപ്തിക്ക് ഓൻ കൽപ്പിച്ച പോലെ ഇങ്ങോട്ട് പോകണം, അങ്ങോട്ടേ പോകാവൂ. അവിടെ നോക്കരുത്, ഇത് ചെയ്യരുത്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്കിന്റെ സദാഖത്ത്, സത്യസന്ധത. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ. അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കണം. തോന്നികളാവരുത്, തോന്നിയ പോലെ ആവരുത്. അഥവാ ഫഇല്ലം യസ്തജീബൂ ലക്, ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, നബിയേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അവർ അവരുടെ ഇച്ഛ പറയും പോലെ ജീവിക്കുന്നവരാണ്, അത് ശരിയാവൂല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതെ, ഇതാണ് നൽകാനുള്ള സന്ദേശം. അടിയാറുകളാവുക, അടിയാത്തികളാവുക. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാൺ ബൈ ചാൺ ഇത്തിബാ ചെയ്ത് ആഖിറത്തിലേക്കുള്ള യാത്രക്കാരാണെന്ന ബോധത്തോടെ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ. പെരുന്നാളിന്റെ ദിവസം സന്തോഷിക്കണം, സന്തോഷം പങ്കുവെക്കണം, സന്തോഷം പരസ്പരം കൈമാറണം. ബാപ്പ, ഉമ്മ, മാതാപിതാക്കൾ, അവരോടാവണം ആദ്യത്തെ സന്തോഷത്തിന്റെ പങ്കുവെപ്പ്. അവർ ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ജീവനോടെ ഉണ്ടെങ്കിൽ ഇന്നവരെ ചെന്ന് കാണണം, അവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് ഹദിയകൾ കൊടുക്കണം, അവരുടെ അടുത്ത് ഇരുന്നിട്ട് കുറച്ചു നേരം വർത്താനം പറയണം, ഓരോ കൂടെ ഭക്ഷണം കഴിക്കണം, ഓരോ മനസ്സ് നിറച്ചും സന്തോഷം കൊടുക്കണം. പെരുന്നാൾ സന്തോഷത്തിനുള്ളതാണ്. ഭാര്യമാരെ, നമ്മളെ മക്കളെ സന്തോഷിപ്പിക്കണം, അവരുമായിട്ടൊരു കറങ്ങണം, എന്തെങ്കിലും ചെറിയ കളികളിൽ ഏർപ്പെടണം, പരസ്പരം നല്ല വാക്കുകൾ പറഞ്ഞ് ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം ഷിആർ, അള്ളാഹു നൽകിയ അനുവദിച്ച ആഘോഷം അത് ലോകത്തിന് കാണിക്കണം. ബന്ധുക്കളെ കാണാൻ പോകണം. പിണക്കങ്ങൾ മുഅ്മിന് നല്ലതല്ല. ഇനി പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് സലാം പറയണം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, ആളുകൾക്ക് മധുരം കൊടുക്കണം. ഇന്നും ഇനി അങ്ങോട്ടുള്ള 3 ദിവസവും അയ്യാമു അക്ലിൻ വശുർബിൻ, തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിന്റെ ജനതയെ മറക്കരുത്. അവര് മുസ്ലിമീങ്ങളാണ്, അവരും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഇന്നലെ. പക്ഷെ അവർക്ക് സാധിച്ചിട്ടില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും നേരെ ചൊവ്വേ നല്ല പുതിയ വസ്ത്രമൊന്നും അവർക്ക് ഇടാൻ പറ്റിയില്ല, നല്ല ഭക്ഷണവും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷണമാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. പക്ഷെ ദുആ ചെയ്യണം, അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ, ദീനിന്റെ ശത്രുക്കളുടെ ക്രൂരതകളിൽ നിന്ന് അള്ളാഹു അവർക്ക് പെട്ടെന്നൊരു സമാധാനം കൊടുക്കാൻ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മളെയും ബലാ മുസീബത്തുകളിൽ നിന്നും കാക്കട്ടെ. പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ശിഷ്ടകാലം അള്ളാഹിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ അനുസരിച്ച് മുഹമ്മദ് മുസ്തഫാന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ,
لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.